ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകും. സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ ആരും തന്നെ ഈ ലോകത്തിൽ ഭൂജാതരായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അതിനാൽ രണ്ടിനെയും നമ്മൾ തുല്യമായി കാണുക. എനിക്ക് മാത്രമുള്ളതല്ല ഇത്. എല്ലാവർക്കും, സൃഷ്ടികൾക്കെല്ലാം സുഖ ദുഃഖങ്ങളുണ്ട്. സമമായി കാണുക സുഖ ദുഃഖങ്ങൾ, സമയവിധേയമിതെല്ലാം. അനുഭവമാത്രകൾ മാറും നമ്മൾ, അനുഭവ സാക്ഷികൾ മാത്രം. സമമായി കാണുക സുഖ ദുഃഖങ്ങൾ, സുഖവും ദുഃഖവും തുല്യമായിട്ട് കാണുക. സുഖം ഒരു ഇറക്കമാണെങ്കിൽ ദുഃഖം ഒരു കയറ്റമാണ്. ഒരു കുന്ന് കയറണമെങ്കിൽ നല്ല വിഷമമുണ്ട്. എന്നാൽ ഇറക്കം എളുപ്പമാണെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴാൻ എളുപ്പമുണ്ട്. അതിനാൽ ഇറക്കത്തിലും വേണം ശ്രദ്ധ. സുഖം വരുന്ന കാലത്തെ അതിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ദുഃഖം വരുമ്പോൾ അതിൽ പരിതപിക്കുകയും അരുത്. ഇത് രണ്ടും സ്ഥായിയല്ല. രണ്ടിനെയും സഹിക്കാൻ പഠിക്കണം. സുഖത്തെയും ദുഃഖത്തെയും, സുഖത്തിൽ അത്യാഹ്ലാദിക്കുന്നവർ ദുഃഖത്തിൽ പൊട്ടിക്കരയുക തന്നെ ചെയ്യും. സുഖം സഹിക്കാൻ കഴിയുന്നവർക്ക് ദുഃഖത്തെയും സഹിക്കാൻ സാധിക്കുകയുള്ളൂ. സുഖത്തിൽ എല്ലാവരും പൊട്ടിച്ചിരിക്കും, ആർത്തട്ടഹസിക്കും സുഖകാലം വരുമ്പോൾ. എന്നാൽ ദുഃഖം വരുമ്പോൾ വാടിത്തളരും. സുഖം വരുമ്പോൾ ആർത്ത് അട്ടഹസിക്കാത്ത ഒരാൾക്ക് മാത്രമേ, സുഖത്തെ സഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദുഃഖത്തെയും സഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം സമയത്തിന് വിധേയമാണ്. സമയവിധേയമിതെല്ലാം, അനുഭവമാത്രകൾ മാറും നമ്മൾ. ഇതൊക്കെ സമയത്തിന് വിധേയമാണ്. ഈ സുഖവും ദുഃഖവുമെല്ലാം നാം അനുഭവിക്കേണ്ടവ. അത് അനുഭവിക്കേണ്ട സമയമെത്തുമ്പോൾ ആ ദുഃഖാനുഭവമായാലും സുഖാനുഭവമായാലും നമ്മളിൽ എത്തിച്ചേരും. അതാണ്. അത് തീർന്നാൽ അത് മാറുകയും ചെയ്യും. സമയവിധേയമിതെല്ലാം, അനുഭവമാത്രകൾ മാറും നമ്മൾ, അനുഭവ സാക്ഷികൾ മാത്രം. ഇതിനെല്ലാം നമ്മൾ ഒരു സാക്ഷികൾ മാത്രമായിട്ട് കണ്ടാൽ മതി. സുഖം വരുമ്പോൾ അതിനെ നോക്കിക്കാണുക. അതിലഹങ്കരിക്കാതെ, മറ്റുള്ളവരെ പുച്ഛിക്കാതെ, എൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്കിങ്ങനെ സുഖം വന്നത്, നിങ്ങൾക്കൊക്കെ കഴിവുകേട് കൊണ്ടാണ് ദുഃഖം വന്നത്, നിങ്ങളൊക്കെ പാപികളാണ് എന്നെല്ലാം പറയുന്നത് അഹന്ത കൊണ്ടാണ്. അവർക്ക് ദുഃഖം വരട്ടെ, അവർക്കത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. സുഖം വരുമ്പോഴാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സഹിക്കേണ്ടതും അഹങ്കരിക്കാതിരിക്കേണ്ടതും. ദുഃഖം നമ്മെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കും. അഹന്തയ്ക്ക് നല്ല കൊട്ട് കിട്ടും. അതിനാൽ ദുഃഖത്തെ ഗുരുവായി കാണണം. സുഖത്തെ നമ്മൾ മക്കളെ പോലെ ലാളിക്കണം. ദുഃഖത്തെ നമ്മൾ ഗുരുവായി കണ്ട് ആദരിക്കണം. നിന്ദിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാൻ ഒട്ടും കഴിയില്ല. നിന്ദിക്കരുത് എന്നാണ്. സമമായി കാണുക സുഖ ദുഃഖങ്ങൾ, സമയവിധേയമിതെല്ലാം, അനുഭവമാത്രകൾ മാറും നമ്മൾ, അനുഭവ സാക്ഷികൾ മാത്രം. ഇതിൻ്റെയൊക്കെ ഒരു അനുഭവിക്കുന്ന സാക്ഷികൾ മാത്രമാണ് നമ്മൾ. അനുഭവം കഴിഞ്ഞാൽ ആ സുഖാനുഭവം മാറും, ദുഃഖാനുഭവം അതേപോലെ തന്നെ മാറും. അതുവരെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് വന്നാൽ മതി. ഒരു രോഗം വന്നാൽ ആകെ തളർന്നു പോയി ഇനി ആത്മഹത്യക്ക് എന്താ വഴി എന്നാരായുകയല്ല ചെയ്യേണ്ടത്. ഇതുവരെ ഞാൻ ഈ ശരീരത്തിലിരുന്ന് സുഖം അനുഭവിച്ചില്ലേ,
ഇനി ദുഃഖാനുഭവം എന്താണ് എന്ന് അറിയണ്ടേ? അത് അറിയിച്ചു തരികയാണ്. അപ്പോഴും നമ്മൾ സമനില തെറ്റാതെ അവിടെ അഭ്യസിക്കുകയാണ് വേണ്ടത്. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്യണം. സുഖദുഃഖങ്ങൾ വരാത്തവർ ആരുമില്ല. അത് വരുമ്പോൾ എപ്രകാരം അതിനെ സമീപിക്കണം എന്ന് നാം മറക്കരുത്. സമമായി കാണുക സുഖദുഃഖങ്ങൾ, സമയവിധേയമിതെല്ലാം. അനുഭവമാത്രകൾ മാറും നമ്മൾ, അനുഭവസാക്ഷികൾ മാത്രം. ഹരേ